ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഹാപ്പി ന്യൂ ഇയർ. 2024 അടിപൊളിയായിട്ട് ആരംഭിച്ചു. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനോടല്ല, നിങ്ങളുടെ പാരൻസിനോടാണ്. ഇതിനു മുമ്പും ഞാൻ പല പ്രാവശ്യം വന്ന് പേരൻസിൻ്റെ അടുത്തും മക്കളുടെ അടുത്തും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെയുള്ളതിൻ്റെ സ്ട്രാറ്റജീസും പ്ലാൻസും ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് പാരൻസിനോടാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ മക്കളെ കേൾക്കേണ്ടതും പാരൻസ് ആണ്. അപ്പോൾ എല്ലാ ഫ്യൂച്ചർ ഡോക്ടേഴ്സിൻ്റെ പാരൻസിനും എൻ്റെ വക വൺസ് അഗെയിൻ ഒരു സ്പെഷ്യൽ ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടെ പ്രിപ്പറേഷൻ ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ 3-4 വർഷം റിപ്പീറ്റ് ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്തിട്ട് പോകുന്നവരുണ്ടാകും. അപ്പം ഏറ്റവും കൂടുതൽ മക്കൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങളെപ്പോഴും സ്ക്രീനിൻ്റെ മുമ്പിലാണ്, ഞങ്ങളെപ്പോഴും ഫോൺ നോക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പാരൻസ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ബുദ്ധിമുട്ടിക്കുകയല്ല, പാരൻസ് എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ മക്കൾക്ക് അതൊരു വിഷമമായിട്ട് തോന്നുന്നു. അപ്പോൾ എന്താണ് എപ്പോഴും ഈ സ്ക്രീൻ നോക്കിയിരിക്കുന്നത്, എപ്പോഴും നീ ഈ മൊബൈൽ നോക്കി അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ അവരുടെ നല്ലത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അവർ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് ഡിസ്ട്രാക്റ്റീവ് ആണ്, അത് അനാവശ്യമായിട്ട് ഉപയോഗിക്കരുതെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ നമ്മുടെ മക്കൾ പഠിക്കുന്നത് ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സിസ്റ്റത്തിലാണ്. അപ്പോൾ അവർക്ക് ഓൺലൈനായി ഒരുപാട് കാര്യങ്ങൾ നോക്കി പഠിക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാലോ, എന്തൊരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യവും നമ്മുടെ വിരൽത്തുമ്പിലാണ്. അപ്പോൾ ടെക്നോളജിയെ എൻ്റെ പാരൻസ് എല്ലാവരും കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ മക്കളുടെ നിലയിൽ നിന്നിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അവരെഴുതാൻ പോകുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജോലികൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്യാറില്ലേ? നിങ്ങൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, ചിലപ്പോൾ ചില കോഴ്സ് സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മക്കളും ഓരോ ദിവസവും ഓരോ ഘട്ടത്തിലും അവർ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സിലബസിൽ വരുന്ന മാറ്റങ്ങളായിക്കോട്ടെ, അവരുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിലായിക്കോട്ടെ, പല കാര്യങ്ങളും അവർ ടെക്നോളജിയുമായിട്ട് വളരെ അടുത്ത് പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ടെക്നോളജിയെ നമുക്കും കുറച്ചും കൂടെ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ മക്കൾക്കുള്ള ഒരു കാര്യമാണ്, ദിസ് ഈസ് ദ ടൈം ദേ നീഡ് യു ദ മോസ്റ്റ്. അതായത് ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ നല്ല ടെൻഷനിൽ കൂടിയായിരിക്കും മക്കൾ പോവുക. എക്സാം ഒക്കെ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ടെൻഷൻ പ്ലസ് എല്ലാവരും കൂടി പല സ്ഥലത്തുനിന്ന് പല മാറ്റങ്ങൾ, ഇനി രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും നീറ്റിൻ്റെ. അപ്പം ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കണം. ഇതിലെല്ലാത്തിലും നിങ്ങൾ അവരെ ഒന്ന് ബാക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി മുടക്കുന്ന പണത്തിൻ്റെ കാര്യം പറഞ്ഞ് പിന്നെയും അതിങ്ങനെ അവരെ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്, ശരിയാണ്. നിങ്ങൾ ചിലപ്പോൾ പലരോടും കടമൊക്കെ മേടിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും മക്കളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കത് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അറിയില്ല അവരെത്രമാത്രം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത്. അത് ഞങ്ങൾക്കറിയാം, അവരുടെ അധ്യാപകർക്കറിയാം. അപ്പോൾ അവർ ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ അവരെ ബുദ്ധിമുട്ടി പഠിപ്പിക്കുന്നുണ്ടോ അതിനൊക്കെയുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഈ ഒരു സമയത്ത് അവരെ ഒരുപാട് വിഷമിപ്പിക്കാതിരിക്കുക. മാക്സിമം അവരുടെ പഠനത്തിൽ അവരുടെ കൂടെ തന്നെ നിൽക്കുക. പിന്നെ അവർ കുഞ്ഞു മക്കളായിരുന്നപ്പം, ചെറിയ ക്ലാസ്സുകളിലായിരുന്നപ്പം നിങ്ങൾ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. അവരുടെ പഠനത്തിൽ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അല്ല, ഇന്ന് എന്തൊക്കെയോ പഠിച്ചു അതൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ അത് അവർ കുഞ്ഞായിരുന്നു, അപ്പോൾ അവർക്ക് അതിനുള്ള വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവരതൊരു എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ക്രമേണ വലുതായി വന്നപ്പോഴേക്കും അവരുടെ സിലബസിൻ്റെ വലുപ്പവും കൂടി, അവരുടെ പഠനത്തിലുള്ള നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും കുറഞ്ഞു. അപ്പോൾ പാരൻസ് ഈ ഒരു വരുന്ന കുറച്ച് മാസങ്ങളിലേക്ക് അവരുടെ പഠനത്തിൽ കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ഇൻവോൾവ് ആവാൻ നോക്കാം. അതായത് എന്താ പഠിച്ചതെന്ന് ചോദിക്കുകയല്ല, എന്തായി നിൻ്റെ പ്രിപ്പറേഷൻ, എങ്ങനെ ഉണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്ര മാർക്ക് കിട്ടി, എത്ര മോക്ക് ടെസ്റ്റിൽ എന്താ മാർക്ക് കുറഞ്ഞേ എന്നോർത്ത് അവരെ മാനസികമായിട്ട് ഇതാക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ അവരുടെ പഠനത്തിൽ ചിലപ്പോൾ അവർ കോൺസെപ്റ്റ് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു സമയം, നമുക്ക് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും അല്ലേ? അമ്മമാർക്കാണെങ്കിലും വീട്ടിലൊക്കെ ഒരുപാട് ജോലികളും, എല്ലാവരും നല്ല ടെൻഷനിലൊക്കെ ആയിരിക്കും. എന്നാലും ഈ ഒരു 2-3 മാസത്തേക്ക് നമുക്ക് വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് ഇന്ന് പഠിച്ചത് എന്തായിരുന്നു, ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് അച്ഛനൊന്ന് പഠിപ്പിച്ചതാ, അല്ലെങ്കിൽ അമ്മയ്ക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ, അങ്ങനെയൊക്കെ ചോദിച്ച് നമുക്ക് അവരുടെ കൂടെ കുറച്ചും കൂടെ ഇൻവോൾവ് ആവാം. പിന്നെ എന്താ പറയുക, നിങ്ങൾക്കറിയാം ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പം ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടും കിട്ടാതെ മാർക്ക് കുറഞ്ഞു പോയ മക്കളുണ്ട്. ചിലരൊക്കെ ആരോടും പറയാതെ രഹസ്യമായിട്ടൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന മക്കളുണ്ട്.
വേറെ കോഴ്സുകൾ പഠിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന മക്കളുണ്ട്. അപ്പോൾ എന്താ ഇപ്പം എല്ലാവരുടെയും മുമ്പിലൊക്കെ റിലേറ്റീവ്സൊക്കെ ഓൾറെഡി നിങ്ങളോട് ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ ചോദിക്കുന്നുണ്ടാകും. അതായത് ഇനി റിപ്പീറ്റ് ചെയ്യിപ്പിക്കണോ, അതായത് വെറുതെ സമയം കളയല്ലേ. ഇപ്പോൾ ക്രാഷിനൊക്കെ ജോയിൻ ചെയ്യാൻ പോകുന്ന മക്കളുടെ പേരൻസിനോട് ഒരുപാട് പേര് പറയുന്നുണ്ടാകും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു ചെറിയ സമയം കൊണ്ട് അവർക്കൊന്നും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, പ്രശ്നം നമ്മുടെ മക്കളുടെ അല്ല, നമ്മുടെ മക്കൾ ശരിക്കും തീരുമാനം എടുക്കാഞ്ഞിട്ടല്ല, പ്രശ്നം ഈ ആളുകളുടെ തോട്ട് പ്രോസസ്സിൻ്റെയാണ്. അപ്പം അവരുടെ ലൈഫിലുണ്ടായ ചില എക്സ്പീരിയൻസ് വെച്ചിട്ടോ അവർ ജസ്റ്റ് നിങ്ങളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങളുടെ കുട്ടി പെർഫെക്റ്റ് ആണ്, നിങ്ങളുടെ കുട്ടി നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എക്സാം ക്ലിയർ ചെയ്യണം, നല്ല കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, എല്ലാ രീതിയിലും നിങ്ങളുടെ കുട്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ആളുകളുടെ ചിന്താഗതിയിലെ മാറ്റങ്ങൾ കൊണ്ട്, ആളുകളുടെ തോട്ട് പ്രോസസ്സ് നല്ലതല്ലാത്തത് കൊണ്ട് ഒരിക്കലും അത് നിങ്ങളുടെ കുട്ടിയെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടി അതിനൊരു ചാൻസ് ഉണ്ടാക്കാണ്ടിരിക്കുക. സോ ഓൾവേസ് ബാക്ക് ദം അപ്പ്. എന്താ പറയുക, കുട്ടി നീറ്റ് ക്ലിയർ ചെയ്യോ ഇല്ലയോ അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ, മാർക്ക് കിട്ടുമോ ഇല്ലയോ അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. കുറേ കാലം കഴിഞ്ഞ് ഈ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം നമ്മുടെ കുട്ടിക്ക് തോന്നണം, എൻ്റെ ഏറ്റവും വിഷമ ഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ തകർന്നിരുന്ന സമയത്ത് എൻ്റെ കൂടെ നിന്നത് എൻ്റെ പേരൻസ് ആണ്, വേറെ ആരും, ചുറ്റിലുള്ള ബന്ധുക്കളും റിലേറ്റീവ്സും ആളുകളും ഫ്രണ്ട്സും ഒക്കെ എന്തും പറഞ്ഞോട്ടെ, പക്ഷേ മൈ പാരൻസ് ഓൾവേസ് ബാക്ക് ദം അപ്പ് എന്ന് അവർക്ക് തോന്നണം. ഓക്കെ, ബിക്കോസ് നമ്മളെ മക്കൾ നമ്മളെക്കുറിച്ച് പിന്നീട് ആലോചിക്കുമ്പോൾ വി ഡോണ്ട് വാണ്ട് ദം ടു ബി ഫീലിംഗ് എല്ലാവരും എന്നെ ഇതാക്കി, എല്ലാവരും എന്നെ നെഗറ്റീവ് പറഞ്ഞു, എൻ്റെ പേരൻസും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ നെഗറ്റീവ് പറഞ്ഞു എന്ന് മക്കൾക്ക് തോന്നാണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും, നിങ്ങൾ വലിയ എന്നെക്കാളൊക്കെ ഒരുപാട് മെച്യൂരിറ്റി ഉള്ള ആളുകളാണ്, നിങ്ങളൊക്കെ ലൈഫിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ്, നിങ്ങൾക്കറിയാം നമ്മൾ ലൈഫിൽ ഒരുപാട് ഫെയിലിയേഴ്സ് കണ്ടിട്ടാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം നമ്മളെ ആളുകൾ ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ട്, അല്ലേ, ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്താലും, നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും, സൊസൈറ്റി വിൽ ഓൾവേസ് ജഡ്ജസ്, റൈറ്റ്? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും. പക്ഷേ ഒരിക്കലും നമ്മുടെ മക്കളുടെ ലൈഫിൽ ഡയറക്റ്റായിട്ട് കയറി ഇങ്ങനൊരു നെഗറ്റീവ് കമൻറ്റ് പറയാനുള്ള ഒരു അധികാരം നമ്മൾ വേറെ ആർക്കും കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾ അവരുടെ പാരൻസ് ആണ്, നിങ്ങൾക്ക് അവരെ ശകാരിക്കാം, നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. വേറൊരാളും അനാവശ്യമായി നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളോടൊന്ന് വന്ന് പറയണം തോന്നി. ഏറ്റവും വലിയ കാര്യം, എൻഡ് ഓഫ് ദി ഡേ, എൻഡ് ഓഫ് ഓൾ ഓഫ് ദിസ്, കുട്ടിയുടെ വിജയം അല്ല നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ്, കുട്ടിയുടെ സന്തോഷമാണ്. നമ്മുടെ കുട്ടി സക്സസ്ഫുൾ ആവുക ലൈഫിൽ, നമ്മുടെ കുട്ടി സന്തോഷമായി ഇരിക്കുക. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്തു കൊടുക്കാം. സോ കുറച്ചും കൂടി നമുക്ക് ക്ഷമയോടെ, കുറച്ചും കൂടെ പേഷ്യൻസോടെ, കുറച്ചും കൂടെ കൈൻഡ്നെസ്സോടെ നമ്മുടെ മക്കളോട് പെരുമാറാം. നിങ്ങളുടെ മക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിലൊക്കെ ബെസ്റ്റായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ മക്കൾക്ക് വളരെയധികം ടെൻഷനും ഇതൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവരുടെ കൂടെയുണ്ട്, അവർക്കുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പഠനത്തിൽ എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെല്ലാവരും ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും അവർക്ക് വേണം. നിങ്ങളെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. കാരണം ഏറ്റവും ആദ്യത്തെ അധ്യാപകർ നിങ്ങളാണ്. അവർക്കൊരു വിഷമം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, അവരെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ആദ്യം ഓടി വന്ന് അവർ പറയേണ്ടത് നിങ്ങളോടാണ്. അല്ലാതെ ഒരു സ്ക്രീനിൻ്റെ മറവിലിരിക്കുന്ന, ഒരു ചാറ്റ് ബോക്സിലിരിക്കുന്ന, അവർ മുഖം പോലും കാണാത്ത വേറെ ഏതോ ഒരാളോടല്ല, നിങ്ങളോടാണ് അവരത് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് എൻ്റെ പാരൻസ് എല്ലാവരും ശ്രദ്ധിക്കുക. അടിപൊളി വർഷമാവട്ടെ നിങ്ങൾ പാരൻസിനും മക്കൾക്കുമൊക്കെ 2024. അപ്പോൾ സീ യു ഓൾ, ബൈ.